എന്താ എൻ്റെ മഞ്ഞ സുന്ദരിയെ കണ്ട. എനിക്ക് കുറച്ച് ഓർക്കിഡ്, ഒരു 4-5 ഓർക്കിഡും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഒന്നും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ കാശ് കൊടുത്ത് അങ്ങനെ അധികം വാങ്ങാറില്ല. ഇതൊക്കെ നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടുന്നതാണ്. ഇതൊരു മഞ്ഞ സുന്ദരി, അവളിപ്പോൾ അങ്ങനെ പൂത്ത് നിൽക്കുക. ഇതാണ് അടുത്ത ആൾ. ഇത് എനിക്ക് വേണമെങ്കിൽ പൂത്തിട്ട് കുറേ നാളായി. അപ്പോൾ ഇത് ഏകദേശം ഒക്കെ കൊഴിയാറായി. ഉണ്ടോ? ഇതും എനിക്ക് തോന്നുന്നു നേരത്തെ കാണിച്ച വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഉണ്ടോ? ഇത് ചട്ടി നിറഞ്ഞ്, ഉണ്ടോ? വെയിറ്റ് കാരണം ഇതൊക്കെ ഇങ്ങനെ താഴെ ഒന്ന് ഇതിനൊന്ന് മാറ്റി വയ്ക്കണം. മാറ്റി വയ്ക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ടെടുത്ത് മാറ്റണം. അടുത്ത് മൊട്ടും വരുന്നുണ്ട്. ഇവളാണ് എൻ്റെ ഒരു സുന്ദരി. എൻ്റെ ഉള്ളതിൽ നല്ല ഇവളാണ്. ഇത് നിറച്ച് പൂക്കും കേട്ടോ. കണ്ടോ മൊട്ട് വന്നിരിക്കുന്നുണ്ടോ? ഇത് നിറയെ ഇങ്ങനെ അങ്ങറ്റം വരെ പൂക്കും. എനിക്ക് തോന്നുന്നു ഒരു 4 മാസം വരെയെങ്കിലും നിൽക്കാറുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും 3 മാസം വരെയൊക്കെ നിൽക്കാറുണ്ട് ഈ പൂ. ഇതങ്ങനെ തൈകൾ വരുന്നില്ല അധികം. ഇത് ഒരുപാട് പേര് ചോദിച്ചേട്ടോ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ കൊടുക്കാനായിട്ടില്ല. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകെ 2 എണ്ണം ആയതേ ഉള്ളൂ. ഇതിപ്പോൾ ഒറ്റ പൂ വന്നതേ ഉള്ളൂ. ഇനി ഇത് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് നിറച്ച് പൂത്ത് വരും. ഇത് നിറയെ പൂക്കുന്നതിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടാവണം എവിടെയെങ്കിലും. ഇനി ഇത് അടുത്ത ആൾ ഇതാ മുട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഇതും മഞ്ഞയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്കൊന്ന് ആദ്യമായിട്ട് പൂക്കുന്നോ എന്നൊരു സംശയമുണ്ട്. അപ്പം മിക്കവാറും മഞ്ഞ ആയിരിക്കാം. ഇത് നമ്മുടെ പെറ്റൂണിയ കുട്ടി. എന്താ ഇത് നേരത്തെ കാണിച്ചത് തന്നെയാണ്. ഇപ്പം നിറയെ ഇങ്ങനെ പൂത്തപ്പോൾ ഞാനെടുത്ത് ഫ്രണ്ടിലിട്ടു. നമ്മളെ പൂവൊക്കെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കാണാനൊരു ഭംഗിയല്ലേ. ഇത് ഞാൻ നേരത്തെ കാണിച്ചതാണ് കേട്ടോ. അതിലിതാ ഇനിയും ഇതിനകത്ത് മുട്ടൊക്കെ വരികയുള്ളൂ. അപ്പോൾ ഇതും ഒന്നാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ഒരു തൈയുടെ കിട്ടിയതാണ് ഇപ്പുറത്ത് വേറെ പൂക്കുന്നത്. അത് കണ്ടാൽ നമ്മുടെ പ്ലാസ്റ്റിക് പൂവിനെ പോലെ നിൽക്കും. നല്ല ഭംഗിയുണ്ടാവും. ഒരുപാട് നാൾ നിൽക്കുന്നതല്ലേ. അപ്പോൾ ഇനി ഇതൊക്കെ പൂക്കാനുള്ള സമയം ആകുന്നേ ഉള്ളൂ. ഇവർക്ക് ഞാൻ ഇതുവരെയും പൂക്കാനും കായ്ക്കാനും ഒന്നും അങ്ങനെ ഒരു മരുന്നും ഒന്നും മേടിച്ചടിച്ചിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ കഞ്ഞിവെള്ളമല്ലല്ലോ, സോറി, തേങ്ങ വെള്ളം. അപ്പം നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ കുടിക്കാമായിരുന്നു. നിങ്ങളെ കാണിക്കാതെ എടുത്ത് വെച്ചിരുന്നതാണ്. അമ്മ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഞാൻ അതിൻ്റെ വെള്ളം എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. വെച്ചിട്ട് അതത്രയും നമ്മുടെ ഓർക്കിഡ് തന്നെയാണ് ഇങ്ങനെ വല്ലപ്പോഴും അടിച്ചു കൊടുക്കുന്നത്. വാ കാണിച്ചു കൊടുക്ക്. അല്ല, ഞാൻ ഇതുവരെയും ഒരു മരുന്നും ഒന്നും മേടിച്ചിട്ട് ഒന്നും അടിച്ചിട്ടേ ഇല്ല. ഇങ്ങനെയൊക്കെ കിട്ടുന്നത് ഇതൊക്കെ തന്നെയാണ് വല്ലപ്പോഴും കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ നമ്മുടെ സവാള, പഴത്തിൻ്റെ തൊലി, അതൊക്കെ നേരത്തെ മുട്ടത്തോട് അതൊക്കെ മിക്സിയിൽ അരച്ച് അതിനെ ഒരു ദിവസം വച്ചിരുന്നിട്ട് അടുത്ത ദിവസം അതിനെ ഇങ്ങനെ ചിലപ്പോൾ നൈസായിട്ട് വെള്ളമൊക്കെ ചേർത്ത്, ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് നാളായി ഞാനത് ചെയ്തിട്ട്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ടത്. അപ്പോൾ അങ്ങനെ കൊടുക്കും. ഇതൊക്കെ തന്നെ. ഈ തേങ്ങ വെള്ളം ഞാൻ കളയാറേ ഇല്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇതിനെയാണ് കൊടുക്കുന്നത്. ഇവിടെ കുറച്ച് കൊടുക്കാം. എല്ലാത്തിനും കുറേശ്ശായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ മതി. ഇതൊക്കെ ഒത്തിരി ആയാൽ നമുക്കതൊക്കെ സംരക്ഷിക്കാനുള്ള സമയം വേണ്ടേ. അപ്പോൾ ഇത് കുറേശ്ശായിട്ടൊക്കെ ഇങ്ങനെ കിട്ടുന്നതിനൊക്കെ വെച്ച് ഏകദേശം കുറേ ചെടികളൊക്കെ ഉണ്ട്. മുമ്പ് ചെടികളൊന്നും വയ്ക്കാറില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ ചെടികളും വയ്ക്കും. അങ്ങനെ അവരെ കഞ്ഞി വെള്ളത്തിൽ കുളിപ്പിച്ച് നമ്മുടെ പൂവിൽ അടിച്ചു കൊടുക്കണ്ട, മറ്റുള്ള തേങ്ങ വെള്ളം. അയ്യോ, എപ്പോഴും മാറിപ്പോകുന്നു. സാധാരണ എപ്പോഴും ഞാനിങ്ങനെ കഞ്ഞിവെള്ളം സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ. ഒന്നും കളയാറില്ല. ഒന്നും കളയാറേ ഇല്ല. അതെല്ലാം ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് തന്നെ. എപ്പോഴും അതിൻ്റെ ഓർമ്മയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ ഇതിന്
പൂവൊക്കെ വരാനായിട്ട് നമ്മുടെ അടിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും നമ്മുടെ അധികം ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ നമുക്കും കൂടെ പറഞ്ഞു തരണം അല്ലേ മോളെ? നമുക്കും കൂടെ ചെയ്യാനായിട്ട്. അതെ അതെ അതെ. അപ്പം എല്ലാവർക്കും ടാറ്റാ.